അതാണ് തെറ്റിപ്പോയി. തെറ്റ് താർക്കാന്നല്ലേ? നമ്മുടെ യോഗി ആദിത്യനാഥനാണ് തെറ്റിയത്. കണക്ക് ചെറുതായിട്ടൊന്ന് തെറ്റി. ഇത് പറയണോ ഞാൻ ആലോചിച്ചിരുന്നിട്ട് ഇത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ തോന്നി അല്ല, ചില കണക്ക് തെറ്റുമ്പോഴേ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടല്ലേ. നമ്മുടെ കേൾക്കുന്ന നമ്മുടെ കുറച്ച് നല്ലവരായിട്ടുള്ള സംഘമിത്രങ്ങളില്ലേ, അവർക്കെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണ്ട. തലേ കയറൂല എങ്കിലും നമ്മുടെ സമാധാനത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ള കേട്ടോ. അതായത് തെറ്റിത് വേറെ എവിടെയല്ല, കുംഭമേളയിലാണ് ഒരു വല്ലാത്തൊരു തെറ്റിപ്പോയത്. നമ്മുടെ BBC-ൻ്റെ ഒരു ന്യൂസ് വന്നത് BBC-ൻ്റെ ന്യൂസാണ്. BBC പണ്ടൊരിക്കൽ മോദിക്കെതിരെ ഗുജറാത്തിൻ്റെ അവസ്ഥ പറഞ്ഞ സമയത്ത് BBC-നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരെ കിട്ടിച്ചതാണ് കേട്ടോ. പല പൈസ അല്ലെങ്കിൽ പല ട്രാൻസാക്ഷൻ തിരിമറിൻ്റെ പേരും പറഞ്ഞിട്ട് BBC-നെ നമ്മൾ നൈസായിട്ട് ഇവിടെ തട്ടിയതാണ്. പക്ഷെ എന്തോ BBC-ൻ്റെ കുറച്ച് ആൾക്കാർ ഇവിടെ എപ്പോഴും കറങ്ങിത്തിരി നടക്കുന്നുണ്ട്. ഇവന്മാരിമ്മ അതിൽ പരിപാടിക്ക് ഇറങ്ങിക്കുക. പരിപാടി എന്താ വെച്ചാൽ 30 പേര് ആദ്യം മരിച്ചു കുംഭമേളയിൽ. തിക്കിലും തിരക്കിലും 30 പേര് മരിച്ചു എന്നുള്ള കണക്കായിരുന്നു നമ്മുടെ യോഗിജി തന്നിരുന്നത്. പിന്നെ അത് 7 പേരും കൂടെ കൂട്ടി 37 നമ്മളതങ്ങ് ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. BBC ആണെങ്കിൽ ഒരുമാതിരി ഊളപ്പരിപാടിയാണ് കാണിച്ചത്. ഇവന്മാരെന്ത് ചെയ്തോ, ഈ കുംഭമേളയിൽ മരിച്ചു എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ, അത്രയല്ല നമുക്കറിയാം, 100-ൽ മേലെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അത് പുറത്ത് വിടാൻ നമ്മുടെ യോഗി ആദിത്യനാഥിന് പറ്റില്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആളുകൾ വന്ന് ചേർന്നിട്ടുള്ള ഒരു സംഗമത്തിൽ, ഇത്രയും വലിയൊരു സംഗമത്തിൽ വെറും 30 ആൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന് നമ്മുടെ യോഗിയുടെ തലയിലോട്ടൊരു പൊൻതൂവൽ വെച്ചിട്ട് യോഗിനൊന്ന് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ കുംഭമേള നടത്തിയതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ മോദിജീനും നമ്മുടെ യോഗിജീനും ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് വേറെ അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് വിശ്വാസികളുണ്ട്, നല്ല നല്ല വിശ്വാസികൾ, അവരുടെ അവിശ്വാസമായിട്ട് പോകുന്നു. സർക്കാരിന് എന്തായിരുന്നു ഇതിനുള്ള ഉദ്ദേശം എന്നുള്ളത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയിപ്പം അവിടെ കുടിക്കാൻ വെച്ച വെള്ളവും കക്കൂസിന്ന് പോകുന്ന വെള്ളം ഒരേ കുഴിയിലേക്കാണെങ്കിലും വേണ്ടില്ല, അത് ഒരു പ്രസാദമായിട്ട് കണ്ടാൽ മതി എന്ന് മാത്രം ചിന്തയുള്ള ആൾക്കാർ മാത്രമാണ് നമ്മുടെ സംഘാടകർ. BBC എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ ഇങ്ങനെ കിട്ടിയ ലിസ്റ്റ്, അതായത് മരിച്ചവരുടെ ഒരു ലിസ്റ്റ് ഇവർ പുറത്തുനിന്ന് ഉണ്ടാക്കി. ഇവർ അതിൻ്റെ പിന്നാലെ പോയി. BBC ഈ ആളുകളുടെയൊക്കെ വീട്ടിൽ പോയി മരണം കൺഫേം ആയി, ശരിയാ മരിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് പോയിട്ടുള്ള ഇത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഒരു 80ഓളം 82 ആളുകളുടെ ലിസ്റ്റ് അങ്ങ് വിട്ടു. ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ലിസ്റ്റ് ഞങ്ങളോട് തരാം, നിങ്ങൾ ഓരോരുത്തരും ആ വീടുകളിൽ പോയി നോക്കും, മരിച്ച ആളുകളുടെ വീട്ടിലോട്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ലൊരു തീരുമാനം അങ്ങോട്ട് കിട്ടുമെന്നാണ് പറഞ്ഞു. ഇനി അതുമല്ല, അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ പലരെയും ലിസ്റ്റോ അല്ലെങ്കിൽ വീട്ടിലോട്ടോ ഈ എൻട്രി ചെയ്യാൻ അല്ലെങ്കിൽ ഈ വിശ്വാസം മൂത്ത കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവരെ മെയിനായിട്ട് ട്രാക്ക് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റി. പക്ഷേ അവർക്ക് പുറത്ത് വിടാൻ പറ്റാത്ത, എന്താ പേടിച്ചിട്ട്, പല രീതിയിലും പേടിയുണ്ട്. ഈ ആളുകൾക്ക് പേടിയുണ്ട്, മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ പത്രത്തിന് BBC-ക്ക് പേടിയുണ്ട്. അതുകൊണ്ട് അവർ ആ ലിസ്റ്റ് ഞങ്ങളിപ്പോൾ തരുന്നില്ല. 100-ൽ പരം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. 82 ആൾക്കാരെ വിത്ത് ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് തന്നെ 35 പേര് മരിച്ചു. 37 മരിച്ച ആൾക്കാർക്ക് 25 ലക്ഷം വെച്ചിട്ട് നഷ്ടപരിഹാരം കൊടുത്തു. പിന്നെയുള്ള കുറച്ച് ആൾക്കാർക്ക് 5 ലക്ഷം വെച്ചിട്ട് കേസ് ഒതുക്കി. പിന്നെ കുറേ ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ അതിൻ്റെ പിന്നാലെ പോവാത്തത് ഒന്ന് അവിടുത്തെ സർക്കാരിനെ, നമ്മുടെ BJP സർക്കാരിനെ പേടിച്ചിട്ടും, അതുപോലെ തന്നെ ദൈവസന്നിധിയിലല്ലേ മരിച്ചത്, ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നഷ്ടപരിഹാരത്തിന് പോകണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടുമാണ് പല ആൾക്കാരും ഇതിൻ്റെ പിന്നാലെ പോവാത്തത് എന്നാണ് BBC-യുടെ ന്യൂസ്. ഈ BBC എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. BBC എന്ന് പറഞ്ഞാൽ മോദിനോട് ഇഷ്ടമില്ലാത്ത, മോദിജി ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മോദിജി പണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊള്ളരുതായ്മകളൊക്കെ എടുത്തു പൊക്കി ഡോക്യുമെൻ്ററി ആയിട്ട് ഇറക്കുന്ന ആൾക്കാരാണ്. പിന്നെ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റാണ് BBC. അപ്പോൾ പിന്നെ പണ്ട് മുതലേ ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെക്കുക. അപ്പം പ്രത്യേകിച്ചൊരു ബ്രിട്ടീഷ് പത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല, നമ്മളത് അനുസരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പിന്നെ BBC-ന് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ സംഘപുത്രന്മാരത് അംഗീകരിക്കാനും പോകുന്നില്ല. ഇനി BBC-ക്ക് അടുത്ത് എന്ത് പണി കിട്ടും എന്നുള്ളത് BBC ഒന്ന് നോക്കി വെക്കണം, നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിൽ 2014 ശേഷമാണ് ഗവൺമെൻറ് ചെയ്ത്, അതായത് BJP ഗവൺമെൻറ്, BJP RSS സംഘപരിവാർ ഗവൺമെൻറ് ചെയ്ത പല കണക്കുകളിലും ഭയങ്കര തിരിമറികളാണ്. ഒരാൾക്ക് പോലും, ഈവൻ നമ്മുടെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ പോലും ചില കണക്കുകൾ പ്രതിപക്ഷം ചോദിച്ചാൽ പോലും കാണിക്കാൻ നമ്മുടെ ഭരണപക്ഷത്തിന് കാണിക്കാറില്ല, അല്ലെങ്കിൽ പൂഴ്ത്തി പോവാറേ ഉള്ളൂ. അത് പല രീതിയിലാണെങ്കിലും രാജ്യത്തിൻ്റെ വളർച്ച പോലും അതിലേതൊക്കെ രീതിയിലാണ് ഇവന്മാരത് മാനിപ്പുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതും, അതേതൊക്കെ രീതിയിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കണക്കുകളൊന്നും പുറത്തു വരാറില്ല. രാജ്യം ഇപ്പോഴും കുത്തിച്ചു കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നാട്ടിലൊരു പുരോഗതി നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല.
ഈ കാലാനുസൃതമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഏത് ഗവൺമെൻറ് വന്നാലും പോയാലും. അതല്ലാണ്ട് ഇവരീ പറയുന്ന വിശ്വപുരുഷൻ്റെ അല്ലെങ്കിൽ വിശ്വഗുരുവിൻ്റെ അണ്ടറിൽ ഇന്ത്യ അഖണ്ഡ ഭാരതം അങ്ങ് പരന്ന് വികൃതി കൊണ്ട് ഇങ്ങനെ പുളഞ്ഞ് വിജൃംഭിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് BJPക്കാരുടെ അതല്ലെങ്കിൽ RSS സംഘികളുടെ രക്തത്തിൽ മാത്രമേ വിജൃംഭനുള്ളൂ, രാജ്യത്തിന് വിജൃംഭിച്ചിട്ടില്ല എന്നുള്ളത് പാവങ്ങൾ ഇനിയും മനസ്സിലാക്കുന്നില്ല. അപ്പം അങ്ങനെ വന്ന ചില കണക്കുകളാണിത്. പക്ഷേ അത് അംഗീകരിക്കാൻ പോകുന്നില്ല നമ്മുടെ യോഗിജിയോ മോദിജിയോ, അല്ലെങ്കിൽ ഒരു സർക്കാരും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. പ്രതിപക്ഷം അവിടെ കിടന്ന് കുരച്ചുകൊണ്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിനേക്കാൾ വലിയ കണക്കുകൾ എന്ന് പൊട്ടിച്ച് അമ്മിട്ട് പൊട്ടിക്കണ പോലെ പൊട്ടിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ അവിടുത്തെ വോട്ടേഴ്സിനേക്കാളും കൂടുതൽ വോട്ട് പെട്ടി കയറി, പെട്ടിയിലല്ല നമ്മുടെ ആ കുന്ത്രണ്ടത്ത് കയറിയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തതിന് ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധനാണെന്നും പറഞ്ഞ് നടക്കുന്ന ടീം, അതിൽ വരെ കണക്ക് തെറ്റാ. പിന്നെയാണോ ഇതിലെ കണക്കിലെ മരിച്ചവർക്ക് പോയി, അല്ലാണ്ട് ഇപ്പം എന്താ ഇങ്ങനെ മരിക്കും ആൾക്കാർ, ഇങ്ങനെ മരിക്കും, പുതിയ ആളുകൾ വരും, വീണ്ടും ആളുകൾ മരിക്കും. എങ്കിലും നമ്മുടെ വിശ്വഗുരു അത് സ്ട്രോങ്ങാണ്, അതിൽ ആർക്കും ഒരിളക്കവും സമ്മതിക്കൂല മക്കളെ. ഇനി നിങ്ങൾ എന്ത് തലകുത്തി മറന്നിട്ടും കാര്യമില്ല. ഇങ്ങനത്തെ കണക്കുകൾ ഞങ്ങൾ പുറത്തു വിടാനും പോകുന്നില്ല. നമ്മുടെ യോഗിജി എന്നും നമ്മളെ ജാമിത കാമിതൊക്കെ പറഞ്ഞ പോലെ യോഗിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സൂപ്പർമാനാന്നിട്ടാണ് പറയാറ്. ഒന്ന് തട്ടിക്കളയോ, യോഗിജിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ, യോഗിജിനെ പറഞ്ഞു കഴിഞ്ഞാലോ മുസ്ലിങ്ങളെ തട്ടിക്കളയും, കൊന്നുകളയും, ബുൾഡോസർ വെച്ചിട്ട് അമുക്കിക്കളയും എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ആഴ്ച മുമ്പല്ലേ നമ്മുടെ ആസാം അതിർത്തിയിലല്ലേ, ആസാമല്ല നേപ്പാൾ അതിർത്തിയിലല്ലേ ഒരു 300-400 പള്ളികൾ, മുസ്ലിങ്ങളുടെ പള്ളികൾ പൊളിച്ചത്. എന്നിട്ട് അവർ തന്നെ ന്യൂസ് ഇടുന്നു, പൊളിച്ച് ഇത്രയും പേരെ പൊളിച്ച് കളഞ്ഞു. കാരണം അനധികൃതമായിട്ടുള്ള സ്ഥലത്ത് പള്ളി കൊണ്ടുവച്ചു, മക്ബറ വെച്ചു. ഈ സ്ഥലത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ ഹിന്ദു എല്ലാവരും ഉണ്ട് കേട്ടോ. അവരുടെ അമ്പലങ്ങളും ഒക്കെ എല്ലാം അവിടെ നടക്കുന്നുണ്ട്, അതിലൊന്നും നമ്മൾ തൊടാൻ പോവാറില്ല. എന്നിട്ട് നമ്മൾ ഹീറോയിസം യോഗിജിടാന്നും പറഞ്ഞിട്ട് 4 ബുൾഡോസർ അപ്പുറത്തും ഇപ്പുറത്തും യോഗിജിൻ്റെ തലയിലേക്ക് ഇങ്ങനെ കാല് വെച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടിരുന്ന വാർത്ത. അതുകൊണ്ട് തന്നെ പേടിയാണ് ആൾക്കാർക്ക്, അവിടുത്തെ ആൾക്കാർക്ക് സംസാരിക്കാൻ പേടിയാണ്. ചുമ്മാ അങ്ങ് കൊണ്ട്, നമ്മളെ കേരളം പോലെ ഒന്നും അല്ലാന്ന്, ചുമ്മാ അങ്ങ് വീടൊക്കെ കൊണ്ട് അങ്ങോട്ട് പൊളിച്ച് കളയും. എന്നിട്ട് പറയും അനധികൃത സ്ഥലത്താണ്, പണ്ട് ഇതിൻ്റെ ആണിക്കല്ല് ശിവൻ്റെ ലിംഗം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവരങ്ങ് പൊളിച്ച് കളയും. അതല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥലം എന്ന് പറഞ്ഞ് പൊളിച്ച് കളയും. അവിടെ നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. യോഗിജി പറഞ്ഞതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം BBC പറഞ്ഞ കണക്കിൽ മൊത്തം 82 ആൾ മരിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഉണ്ട്, അവരുടെ വീടുകളിലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിശോധിക്കേണ്ടവർക്ക് പരിശോധിക്കാം. പക്ഷേ നമ്മൾ ആരാ മക്കളില്ലേ, നമ്മളതിൻ്റെ പിന്നാലെ പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സംഘപുത്രന്മാർ കേൾക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശരി.